പ്രൊഫൈലുള്ള ആൾക്കാർക്ക് കാനഡ ഗവൺമെന്റ് PR കൊടുക്കുന്നുണ്ട്. ഹായ് ഗായ്സ്, 2026 കാനഡയിൽ എങ്ങനെ ഒരു PR നേടാം എന്നുള്ള സീരീസിന്റെ 9ാമത്തെ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇതോടെ പറയാൻ വേണ്ടി പോകുന്ന കാര്യം, ലാസ്റ്റ് വിളിച്ചിരിക്കുന്ന 3 ഡ്രോയെ പറ്റുള്ളതാണ്. അതിൽ 2 ഡ്രോ എന്ന് പറഞ്ഞാൽ മാർച്ച് മാസവും അതിൽ 1 ഡ്രോ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിലെ ഫസ്റ്റ് ഡ്രോയുമാണ്. അതിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ വിളിക്കാതിരുന്ന ഒരു ഡ്രോ ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഒത്തിരിയും പേര് ചോദിച്ചിട്ടുള്ള ഒരു ഡ്രോ ആയിരുന്നു, ട്രേഡ് ഡ്രോ എന്താ വിളിക്കാത്തത് എന്നുള്ളത്. എന്തായാലും അതിന് ഉത്തരവായിട്ട് കാനഡ ഗവൺമെന്റ് നല്ല രീതിയിൽ ഒരു ട്രേഡ് ഡ്രോ വിളിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2025 ഏകദേശം 3000 പേരെ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് 1250 പേരെ എടുത്തിട്ട് ആ ഡ്രോ നിന്നായിരുന്നു. പക്ഷെ സ്കോർ ഭയങ്കര കൂടുതലായിരുന്നു. 505 ആയിരുന്നു സ്കോർ. എന്താണ് അത്രയും സ്കോർ കൂടി എന്ന് പറഞ്ഞാൽ കുക്കുമാരുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ സ്കോർ അത്രയും വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2026 ആയി കഴിയുമ്പോഴത്തേക്ക് കുക്കുമാരെ ട്രേഡിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം ഉള്ളൊരു ഡ്രോ ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ LMAയുടെ പോയിന്റ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഉള്ളൊരു ഡ്രോ ആണ്. അതുകൊണ്ട് തന്നെ സ്കോർ വളരെയധികം കുറവാണ്. ഏകദേശം 3000 പേർക്കാണ് IT ഒക്കെ പോയിരിക്കുന്നത്. ഇതൊരു ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പൊ എന്തായാലും ഹാപ്പിയുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ കാനഡയിൽ PR ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ട്രേഡിൽ വിളിക്കുന്ന കുറെ ജോലികളുണ്ട്, അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാനഡയ്ക്ക് പുറത്തുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. CC മാത്രമല്ല ട്രേഡിൽ വിളിക്കുന്നത്, ഒരു കാറ്റഗറി ഡ്രോ ആണ് ട്രേഡ് എന്ന് പറഞ്ഞാൽ. നേരത്തെ 6 മാസം എക്സ്പീരിയൻസ് മാത്രം മതിയായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. 1 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡിൽ എലിജിബിൾ ആവത്തുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കമന്റിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. അത് കാണുവാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ആദ്യത്തെ ഡ്രോ എന്ന് പറഞ്ഞാൽ ഒരു PNB ഡ്രോ ആണ്. അത് മാർച്ച് 30, 2026 വിളിച്ചിരിക്കുന്നത്. സ്കോർ നോക്കുവാണെങ്കിൽ 802 വിളിച്ചിരിക്കുന്നത്. ഏകദേശം 356 പേർക്ക് മാത്രമേ IT പോയിട്ടുള്ളൂ. എങ്കിൽ പോലും കുഴപ്പമില്ല, ആ പൂളിൽ അത്രത്തോളം ആൾക്കാരെ എണ്ണമേ ഉള്ളൂ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ മാർച്ച് 31, 2026 വിളിച്ചിരിക്കുന്നത്. അതൊരു CC ഡ്രോ ആണ്. നമ്മൾ ഇതുവരെ വിളിച്ചിരിക്കുന്ന CC ഡ്രോ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കുഴപ്പമുണ്ട്. സ്കോർ കുറഞ്ഞാണ് വന്നുകൊണ്ടിരുന്നത്, പക്ഷേ ഈ വട്ട സ്കോർ കുറച്ച് കൂടിയിട്ടുണ്ട്. ഇത്തിരി സ്കോർ ഒന്നും കൂടിയിട്ടില്ല. 507 വരെ വന്നിട്ട് നമ്മൾ 506, 505 പ്രതീക്ഷിച്ചത്. വീണ്ടും ഒരു 4000 പേര് എടുക്കുവാണെങ്കിൽ. പക്ഷെ 509 വിളിച്ചത്. 2250 പേർക്ക് മാത്രമേ IT പോയിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും പാനിക് ആയിപ്പോ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം ഇതുവരെ ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരുന്നത് കുറഞ്ഞു വരുമായിരുന്നു. 4000, 5000, 6000 ആ റേഞ്ചിൽ എടുത്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇപ്പൊ 3000 താഴെ 2250 പേർക്ക് മാത്രമേ IT പോയുള്ളൂ എന്ന് പേടിച്ചിരിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു പേടി മാറാനായിട്ടാണ്. കാരണം കാനഡ ഗവൺമെന്റ് അങ്ങനെ ചെയ്യൂല, എന്തെങ്കിലും ഒരു റീസൺ കാണുമല്ലോ. കാരണം ഇതുവരെ ട്രേഡ് വിളിച്ചിട്ടില്ലായിരുന്നു. ട്രേഡിലുള്ള കുറച്ച് പേര് ഈ CCയിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരെ ഈ സ്കോർ കൂട്ടി വിളിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അവർക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 477 3000 പേരെ എടുക്കാനായിട്ട് ഏപ്രിൽ 2 ഡ്രോ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ട് ഡ്രോ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ജോലികൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും കമന്റിൽ പറയുക. കാരണം നമ്മൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വരുന്ന വീക്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹെൽത്തിൽ ഏകദേശം 37 ജോലികളാണ് പറയുന്നത്. സ്കോർ 467 ആ റേഞ്ചിലേക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ട്രേഡും കുക്കുമാരെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ സ്കോർ കുറഞ്ഞാണ് വിളിക്കുന്നത്. അപ്പൊ ട്രേഡിലുള്ള ജോലികൾ ഏതൊക്കെയാണെന്നുള്ളത് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ആയിട്ട് ചോദിക്കുക. കുറെ കമന്റ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്യും ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് നാട്ടിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പേര് കുടുങ്ങി കിടപ്പുണ്ട്. കാരണം നമുക്കറിയാം കാനഡയിൽ നിന്നൊക്കെ നമ്മൾ നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ യൂറോപ്പിൽ ഏതെങ്കിലും ഒരു രാജ്യത്തൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. കൂടുതൽ ആൾക്കാർ ഈ പൈസ കുറവായതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റ് വഴിയാണ് എടുക്കുന്നത്. അത് നേരത്തെ ബുക്ക് ചെയ്ത ആൾക്കാരുണ്ടായിരിക്കാം, അവർക്കൊക്കെ റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. റീഫണ്ട് കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഏത് എയർലൈൻസ് ആണോ അതുവഴി കണക്ട് ചെയ്ത് നോക്കുക. അതുപോലെ മിക്ക മിഡിൽ ഈസ്റ്റിലെയും ഫ്ലൈറ്റുകളൊന്നും ഇപ്പം കംപ്ലീറ്റ്ലി ഓപ്പറേഷൻ അല്ല. ഈ യുദ്ധം ഉടനെ സ്റ്റോപ്പ് ആവുന്നതൊക്കെ നിങ്ങളെ പോലെ തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ പുതിയ ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ ഇത് നടക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം മറ്റുള്ളവർ വിചാരിച്ച പോലെ അല്ല, ഈവൻ അമേരിക്ക പോലും വിചാരിച്ച പോലെ അല്ല. ഉദാഹരണം പറയുവാണെങ്കിൽ കാനഡയിലേക്ക് വന്ന ഒരാൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഓക്കെയാണ്. അവർക്ക് സ്പെസിഫിക് ആയിട്ട് ജോലി നിർബന്ധമൊന്നുമില്ല. മിക്ക ആൾക്കാർക്കും എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി. കാരണം സർവൈവൽ മോഡാണ്. കുറച്ച് പൈസ സമ്പാദിച്ചിട്ട് റെന്റ് അടയ്ക്കണം, ഫോൺ ബില്ല് കാര്യങ്ങൾ, ഗ്രോസറി ഒക്കെ മേടിക്കണം. അത് എന്ത് ജോലി കിട്ടിയാലും കുഴപ്പമില്ല. അപ്പൊ ഇറാന്റെ കേസ് പറയുവാണെങ്കിൽ അതേപോലെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടെ രാജ്യം കീഴ്പ്പെടുത്തി വേറെ രാജ്യം വരുന്നത് താല്പര്യമൊന്നുമില്ല. അപ്പൊ അവരുടെ പരമാധികാരത്തിന് മേളിലുള്ള ഒരു അറ്റാക്കാണ്. അപ്പം മറ്റുള്ള രാജ്യങ്ങൾ പരസ്പരം ഇപ്പം അടിക്കുന്ന പോലെ അല്ല ഇത്. കാരണം അവർക്ക് നിലനിൽപ്പാണ് അവരുടെ പ്രശ്നം. കാരണം അവർ ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ ആ ഡിഫൻഡിന് വേണ്ടി അവർ ഏതറ്റം വരെയും പോകും. അതുകൊണ്ട് തന്നെ യുദ്ധം ഉടനെ ഒന്ന് അവസാനിക്കാൻ വേണ്ടി പോകും. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാനഡയിൽ നിന്നാണെങ്കിൽ ഒത്തിരി പേര് നാട്ടിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അവർക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. അവർ പേടിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ്. കാരണം ഒത്തിരിയും പേര് ഇപ്പൊ ഏപ്രിൽ, മാർച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് റേറ്റ് കുറവുള്ള സമയമാണ്. ഫെബ്രുവരി മുതൽ അങ്ങോട്ട് കുറവുള്ള സമയമാണ്. ജൂലൈ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്കൂൾ അടയ്ക്കും. കാനഡയിൽ സ്കൂൾ അടച്ചത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്കെ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് റേറ്റ് കൂടുന്ന സമയമാണ്. കാരണം ഒത്തിരിയും പേര് ഫാമിലിയായിട്ട് നാട്ടിൽ പോകുന്ന സമയമാണ്. പിന്നെ ഡിസംബർ നിങ്ങൾക്ക് അറിയാലോ, ഡിസംബറിലും പീക്ക് സമയമാണ്. ക്രിസ്മസ് വെക്കേഷൻ നാട്ടിൽ പോകുന്ന സമയമാണ്. കാരണം ഇവിടെ 10 ദിവസം ഓഫാണ്. അപ്പൊ നിങ്ങൾ പുതുതായിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ 1 മാസം കഴിയട്ടെ, ടിക്കറ്റ് ഒക്കെ ഒന്ന് കുറയട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ ടിക്കറ്റ് റേറ്റ് കുറയാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പൊ എത്തിഹാദ് നോക്കുവാണെങ്കിൽ
ഇപ്പോൾ ഒരു ടൊറന്റോ വഴി എയർപോർട്ട് വഴിയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു 900 ആ റേഞ്ചിലൊക്കെ ടിക്കറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു 900 1000 റേഞ്ചിലൊക്കെ ടിക്കറ്റ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വൺ വേ ആണ് ഞാൻ പറയുന്നത്. ഒരാൾക്ക് അത്രയും റേറ്റിൽ കിട്ടുന്നതാണ്. കുറച്ച് നിങ്ങൾ നോക്കുക, പീക്ക് ടൈം നോക്കുക, കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ കുറേ പേരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പല യാത്രകളും മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ഫ്ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ പോകുന്നില്ല എന്ന് ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ വിചാരിക്കുന്ന കാര്യം എന്താണ്, ഇപ്പോഴേ ബുക്ക് ചെയ്യുന്നില്ല പിന്നെ ബുക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നില്ലേ. അതുപോലെ തന്നെ മിക്ക ആൾക്കാർ, അതമ്മ മനുഷ്യന്റെ ഒരു മെന്റാലിറ്റി ആണ്. അപ്പൊ അവര് അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു യുദ്ധം ഒന്ന് താന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ഉടനെ അങ്ങ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ടിക്കറ്റും കിട്ടത്തില്ല, അതുപോലെ റേറ്റ് നല്ല രീതിയിൽ കൂടും. നമ്മുടെ നാട്ടിൽ എയർ ഇന്ത്യക്ക് ആണെങ്കിൽ സർചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അത് വരുമ്പോഴത്തേക്ക് ടിക്കറ്റ് കുറച്ചുകൂടെ കൂടുന്നുണ്ട്. ഇപ്പം യൂറോപ്പ് വഴിയാണെങ്കിലും മിഡിൽ ഈസ്റ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ല. അല്ലാതെ തന്നെ ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ടിക്കറ്റ് ആയിട്ട് കൂടിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ റീഫണ്ട് കിട്ടുന്ന ടിക്കറ്റ് അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്ന ടിക്കറ്റ് മാത്രമേ നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ തേർഡ് പാർട്ടി ആപ്പ് വഴി ഒന്നും ബുക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. കറക്റ്റ് ആ ഫ്ലൈറ്റിന്റെ സൈറ്റ് വഴി കയറി നോക്കുക. കാരണം എത്തിഹാദ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഖത്തർ എയർവേസ് ആണെങ്കിൽ അവരുടെ പ്രോപ്പർ സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എയർ ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും നമ്മൾ തേർഡ് പാർട്ടി ആപ്പൊക്കെ വഴി ബുക്ക് ചെയ്യാറുണ്ടല്ലോ. ഇപ്പം ചീപ്പ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ സ്പെസിഫിക് ആയിട്ട് പേരെന്നെടുത്ത് പറയുന്നില്ല. അപ്പൊ ഏത് വഴി ബുക്ക് ചെയ്താലും ചിലപ്പം പണി കിട്ടാൻ നിങ്ങൾക്ക്, കാരണം റീഫണ്ടോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഏത് ഫ്ലൈറ്റ് ആണോ നിങ്ങൾ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്, ഇപ്പൊ എമിറേറ്റ്സ് ആണെങ്കിൽ എമിറേറ്റ്സിന്റെ എക്സാക്ട് സൈറ്റ് ഉണ്ടല്ലോ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ മാത്രമേ ബുക്ക് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും പുതിയ കണക്കനുസരിച്ചിട്ട് എക്സ്പ്രസ് സെന്ററിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് കാനഡയിലേക്ക് PR ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എത്ര പേരാണെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കുക, 500 മേളിൽ സ്കോർ ആൾക്കാർ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ ഉള്ളത് നോക്കുക. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത് വിളിക്കാൻ വേണ്ടി പോകുന്ന ഡ്രോ CC ഡ്രോ ആണെന്നുണ്ടെങ്കിൽ സ്കോർ ഈ പറഞ്ഞ 509 നിന്നും താഴെ വരുന്നതായിരിക്കും. 601-നും 1200 അടക്കമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ 351 പേരാണ് ഇപ്പൊ നിലവിലുള്ളത്. അത് നേരത്തെ 360 പേരായിരുന്നു. ഏകദേശം 9 പേരാണ് അവിടെ കുറഞ്ഞിരിക്കുന്നത്. ഈ 9-10 പേരൊക്കെ കുറയുന്നുള്ളൂ. എല്ലാം 360 താഴെ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ വിളിച്ചിരുന്നത് PNB 300 ആ റേഞ്ചിൽ ആൾക്കാർ എടുത്തത്. നമ്മൾ 2025 നോക്കുവാണെങ്കിൽ 1000-ന് മേളിലായിരുന്നു ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ. പിന്നുള്ളത് 501-നും 600 അടക്കമുള്ള ആൾക്കാരാണ്. ഏകദേശം 11,648 പേരാണ് നിലവിലുള്ളത്. അത് നേരത്തെ 13,039 പേരായിരുന്നു. ഏകദേശം 1,391 പേരോടെ കുറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം ലാസ്റ്റ് വിളിച്ചിരിക്കുന്ന ഡ്രോ എന്ന് പറഞ്ഞാൽ CC 507 ആയിരുന്നു വിളിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 500 മേളിൽ സ്കോർ ആൾക്കാരാണ് ഏകദേശം 4000-ഓളം പേരുടെ IT പോയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ പൂളിൽ ആൾക്കാരെണ്ണം കുറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും 11,000 വന്ന് നിപ്പുണ്ട്. അത് താഴെ ഒരു 10,000 താഴെ പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ജോബ് ഓഫറിന്റെ പോയിന്റ് കാനഡ ഗവൺമെന്റ് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. LMA വഴി അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് കുറെ ജോബ് ഓഫർ ഉണ്ട്, അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും 50 മുതൽ 200 വരെ പോയിന്റ് കിട്ടുന്ന ഒരു സിസ്റ്റമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ പോയിന്റ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ സ്കോർ കൂടാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. വീണ്ടും LMA സെല്ലിംഗ് വരും. എങ്ങനെയാണ് ഈ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പറയാൻ വേണ്ടി പറ്റൂല. അപ്പൊ പ്രോപ്പർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈവേജിൽ മാത്രമേ വരത്തുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സെല്ലിംഗ് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ ഹൈവേജ് സെല്ല് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. അതൊക്കെയാണ് ഈ ജോബ് ഓഫറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ പോലീസിനെ എന്തായാലും തിരിച്ചു കൊണ്ടുവരുവാണെങ്കിൽ ലാസ്റ്റ് 2024-25 തുടക്കമൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് എങ്ങനെയാണോ സംഭവിച്ചത് അതുപോലെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഈ 500 മേളിൽ സ്കോർ ആൾക്കാരെന്ന് പറഞ്ഞാൽ 25,000-ഓളം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും CCയുടെ സ്കോർ ഇപ്പം 490 450 ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല. നമ്മളത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം CC ഇപ്പം 11,000-ഓളം ആൾക്കാരായിട്ടുണ്ട്. 451-ന് 500 അടക്കമുള്ള ആൾക്കാരാണ്. ഇപ്പൊ നിലവിൽ 73,445 പേരാണ് ആ പൂളിലുള്ളത്. അത് നേരത്തെ 72,558 പേരായിരുന്നു. ഏകദേശം 887 പേരോടെ കൂടിയിട്ടുണ്ട്. അത് വലിയ കൂടുതലൊന്നും അല്ല, ഒരു നോർമൽ കൂടുതൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നുള്ളത് 401-നും 450-നും അടക്കമുള്ള ആൾക്കാരാണ്. ഏകദേശം 64,782 പേരാണ് ഇപ്പൊ നിലവിലുള്ളത്. അത് നേരത്തെ 64,638 പേരായിരുന്നു. 144 പേരാണ് അവിടെ കൂടിയിരിക്കുന്നത്. പിന്നുള്ളത് 351-നും 400 അടക്കമുള്ള ആൾക്കാരാണ്. 52,655 പേരാണ് ഇപ്പൊ നിലവിലുള്ളത്. അത് നേരത്തെ 53,565 പേരായിരുന്നു. ഏകദേശം 90 പേരാണ് അവിടെ കുറഞ്ഞിരിക്കുന്നത്. പിന്നുള്ളത് 301-നും 350-നും ഇടയ്ക്കുള്ള ആൾക്കാരാണ്. 19,007 പേരാണ് ഇപ്പൊ നിലവിലുള്ളത്. അത് നേരത്തെ 18,903 പേരായിരുന്നു. ഏകദേശം ഒരു 104 പേരവിടെ കൂടിയിട്ടുണ്ട്. പിന്നുള്ളത് 300 താഴെ സ്കോർ ആൾക്കാരാണ്. ഏകദേശം 8,298 പേരാണ് ഇപ്പൊ നിലവിലുള്ളത്. അത് നേരത്തെ 8,299 പേരായിരുന്നു. ഏകദേശം ഒരാൾ അവിടെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടോട്ടൽ നോക്കുവാണെങ്കിൽ 2,30,186 പേരാണ് ഇപ്പൊ നിലവിൽ ഈ PR-ന് വേണ്ടിയിട്ട് എക്സ്പ്രസ് സെന്ററിൽ പ്രൊഫൈൽ ചെയ്ത് കാത്തിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ. അത് നേരത്തെ 2,31,362 പേരായിരുന്നു. ഏകദേശം 1,176 പേരാണ് കുറഞ്ഞിരിക്കുന്നത്. അത് വലിയൊരു കുറവൊന്നുമല്ല, 1000-ഓളം പേര് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ പോലും കുറവാണ്, കൂടുന്നില്ലല്ലോ. കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രൊഫൈലുള്ള ആൾക്കാർക്ക് കാനഡ ഗവൺമെന്റ് PR കൊടുക്കുന്നുണ്ട്. PR കൊടുക്കുന്നതിന് അത്രത്തോളം ആൾക്കാർ പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് കുറവ് സംഭവിക്കുന്നത്. ഇപ്പം കാനഡ ഗവൺമെന്റ് 1000 പേർക്ക് PR കൊടുത്തു, പക്ഷെ 2000 പേര് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ എപ്പോഴും ഒരു 1000 പേരോട് കൂടി നിൽക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്കോർ കുറയത്തില്ല.
അപ്പോൾ ഈ വീഡിയോ കുറേ പേർ ഉപകാരപ്രദമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കമന്റായിട്ട് ചോദിക്കുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ കയറണമെന്നുണ്ടെങ്കിൽ. അതുപോലെ എടുത്തുകൊണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോസ് അപ്പോൾ കിട്ടുന്നതാണ്. വീണ്ടും കാണുമ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.